ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മട്ടനാണ്. അല്പം വലിയ പീസായിട്ടാണ് കേട്ടോ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ആദ്യം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിനെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. മട്ടൺ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരക റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഈ ചെറിയ റൈസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് കഴുകി എടുത്ത് വെച്ചാൽ മതി. വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോൾ വെള്ളം വാർത്തെടുക്കുന്ന രീതിയിലാണ് കേട്ടോ റൈസ് കുക്ക് ചെയ്യണത്. അപ്പോൾ വാർത്തെടുക്കുകയാണെങ്കിൽ റൈസിൻ്റെ 3 ഇരട്ടി വെള്ളം വേണം നമ്മൾ എടുക്കാൻ. ഞാനിപ്പോൾ ഈ അളന്നെടുത്ത പാത്രത്തിൽ എനിക്ക് 1 കിലോ കണക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പാത്രത്തിൽ ഒരു 3-3.5 വെള്ളം എടുക്കുന്നുണ്ട്. ഇനി വെള്ളം വറ്റിച്ച് വെക്കുന്നവരാണെങ്കിൽ റൈസിൻ്റെ ഇരട്ടി വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ 2-3 ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്കയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഈ വെള്ളത്തിൽ നമുക്ക് എടുത്ത് ഫീൽ ചെയ്യണം, എന്നാലേ നമ്മുടെ റൈസിൽ ഉപ്പുണ്ടാവുള്ളൂ. ഇനി ഇങ്ങനെ അല്ലാതെ പിന്നെ നമ്മൾ റൈസിൽ ഉപ്പ് ചേർക്കില്ല. അപ്പോൾ ഇപ്പം തന്നെ ഉപ്പൊക്കെ കറക്റ്റ് പാകമാക്കിയിട്ട് വേണം റൈസ് കുക്ക് ചെയ്യാൻ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യണില്ലെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്ത് നോക്കുക. റൈസിൻ്റെ വേവ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം, കാരണം ഈ ബിരിയാണി റൈസ് പെട്ടെന്ന് കുക്കായി വരും കേട്ടോ. അപ്പോൾ വേവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിരിയാണിക്ക് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ദാ നമ്മുടെ റൈസ് നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് എടുത്തിട്ടൊന്ന് നമ്മൾ കടിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ അരി കടിക്കുന്ന പോലെ തോന്നുന്നില്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിനെ വെള്ളത്തിൽ നിന്നും വാർത്ത് മാറ്റാം. അപ്പോൾ റൈസ് ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കണം. അതിന് മുൻപേ ഞാനിതിലേക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് മസാലയിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് വറുത്തെടുക്കുന്നത്. സവാള ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ ഇത് വറുത്തെടുക്കുന്ന ടൈമിൽ. പിന്നെ കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇതാ കണ്ടോ, സവാള നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടെ ഒന്ന് വറുത്തെടുത്ത് വെക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സും റൈസിൻസും സവാളയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കിപ്പോൾ ഞാൻ ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ.
പിന്നെ ഈ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 4 വെളുത്തുള്ളി മുഴുവനായിട്ടും ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പച്ച സ്മെല്ല് വരും. ആ സ്മെല്ലൊന്ന് പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകുമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 4 വലിയ സവാളയും ഒരു 6-7 പച്ചമുളകും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സവാള പെട്ടെന്ന് തന്നെ വാടി വരാനും വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് സവാളയെ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, സവാള നല്ല പോലെ വഴന്നു വന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ 4 തക്കാളി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർക്കണത്. ഇങ്ങനെ അല്ലാതെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, അതൊന്നും കുഴപ്പമില്ല. ഇനി തക്കാളിയും കൂടെ ഇതിൽ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇതിൽ മാക്സിമം അലിച്ചെടുക്കുക കേട്ടോ. തക്കാളി എത്രത്തോളം അലിച്ചെടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ അലിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഇതിലേക്കിപ്പോൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡർ, ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇല്ലേ, അതിൽ നിന്ന് പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഈ ഫ്രൈ ചെയ്ത സവാള ചേർക്കുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് വേണ്ടവർ ചേർത്താൽ മതി, ഇല്ലാണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച മട്ടനും പിന്നെ അത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കൂടുതൽ സമയമൊന്നും കുക്കാവണ്ട, നമ്മുടെ മട്ടൻ ഏകദേശം വെന്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് ഈ മട്ടൻ്റെ ഒരു ടേസ്റ്റ് മസാലയിലേക്ക് പിടിക്കാനും വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ മട്ടനൊക്കെ നല്ലപോലെ കുക്കായി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് തൈരും പിന്നെ ഒരു 1/2 പിടിയോളം പുതിനയിലയും 1 പിടിയോളം മല്ലിയിലയും കൂടെ ചേർക്കുകയാണ്. ഇത് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ മല്ലിയിലേൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്ത് പിടിക്കാനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് പാകമാക്കണം. എന്നിട്ട് നമ്മൾ ഈ ബിരിയാണി ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ റൈസ് ഞാൻ മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ ബാക്കി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ അടച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മുകളിൽ
ചിരട്ട കനലൊക്കെ കിട്ടുമെങ്കിൽ ആ കനലൊക്കെ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമൊക്കെ കയറ്റി വെച്ച് കൊടുക്കാം. വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ ദം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കിയത് കാരണമാണ് കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ എല്ലാ അപ്ഡേഷനുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.